ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ആൻഡ് പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? എന്നാ വായോ. ഞാനിവിടെ ബീഫ് 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഉപ്പിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കരിവേപ്പില, ഒരു സവോള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ബീഫ് കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് കാണിച്ചിരിക്കുന്ന സ്പൂണിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല നാടൻ കരിവേപ്പിലയാണ്, നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇന്ന് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സവോള, കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു പരുവാകുന്ന വരെ നന്നായി വരട്ടി എടുക്കാം കേട്ടോ. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തവിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല ഒന്ന് ചൂടാവുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പിട്ട് നന്നായി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ്, 1 കിലോ ബീഫാണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറകടുപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി നന്നായി ഒന്ന് ഇളകി കൊടുക്കുക. ആ ബീഫ് മസാലയായിട്ട് നന്നായി ചേരാൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ മസാല നന്നായി ചേരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടാണ് ഇറച്ചി കഴുകി പറഞ്ഞില്ല, അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കണേ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ബീഫ് കറിക്ക് നല്ല കേട്ടോ കുരുമുളക് പൊടി, ടേസ്റ്റ് കിട്ടും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം എന്താ ഇപ്പോൾ നല്ലപോലെ ഇളക്കി നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടിച്ച് വിസിലടുപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 വിസിലാണ് അടുപ്പിച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാലേറെ നല്ലപോലെ വരണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പ് വെച്ച പോലെ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ബൈ ബൈ.